ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഇന്ന് സന്തോഷത്തോടുകൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് എന്താ പറയാ, പാറ എനിക്ക് തൈല നദികളെ ഒഴുക്കി തന്നിരിക്കുന്നു. ഇങ്ങനൊരു വചനം കർത്താവ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. എനിക്കൊന്ന് യോബിന്റെ പുസ്തകത്തിലുള്ള ഒരു വചനമാണെന്ന് എനിക്കൊന്ന്. പാറ എനിക്ക് തൈല നദികളെ ഒഴുക്കിയിരിക്കുന്നു. ഇതുപോലെ നമ്മുടെ ശാശ്വതമായ പാറ, നിത്യ പാറ, നമ്മെ അനുഗമിച്ചിരിക്കുന്ന പാറ ഇത് യേശു ക്രിസ്തുവാണ്. ആ പാറയിൽ നിന്ന് ചില തൈല നദികൾ പോലുള്ള അഭിഷേകത്തിന്റെ നദികൾ, അല്ലെങ്കിൽ രോഗസൗഖ്യത്തിന്റെ, ഗിലയാദിലെ തൈലമായിരിക്കുന്ന രോഗസൗഖ്യത്തിന്റെ നദികൾ, ഇത്തരത്തിലുള്ള ചില നദികൾ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഒഴുക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. സ്വീകരിക്കുന്നവർ, അത് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഏറ്റെടുക്കാൻ തുടങ്ങിയാലും സ്വീകരിക്കാൻ തുടങ്ങിയാലും. അപ്പോൾ തന്നെ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് നമുക്കൊരു എലീറ്റ് സ്പോൺസറാണ് എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണുള്ളത്. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. 2024 ദൈവിക സംരക്ഷണം കർത്താവെ നീ കൊടുത്തല്ലോ, നന്ദി പറയുന്നു. ഭവനത്തിലെ എല്ലാവരും സ്നാനമേൽക്കുവാൻ കർത്താവിന്റെ കൃപ അവർക്കുണ്ടാകട്ടെ, അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് മാനിച്ചതിനായി നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ നാളെയാണ് നമ്മുടെ ഹോളി സ്പിരിറ്റ് സിനഡ് 2025 ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ ആരൊക്കെയാണ് ശുശ്രൂഷിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അറിയാം. പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷകൻ എന്നുള്ളത് നമുക്ക് ഹൈദരാബാദിൽ നിന്ന് റെവറൻഡ് പാസ്റ്റർ സാമുവൽ പട്ട ആൻഡ് ഫാമിലി. എനിക്കൊന്ന് ഗ്ലോയുടെ മീറ്റിംഗിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പാസ്റ്റർ മെർലിൻ പട്ട നമ്മുടെ നടുവിൽ ശുശ്രൂഷിച്ചിരുന്നു. ആ കുടുംബം ഒന്നടങ്കം നമ്മളോടുകൂടെ ഈ പ്രാവശ്യം ശുശ്രൂഷിക്കാൻ വേണ്ടി കടന്നു വരികയാണ്. ഒരു അവസരം നമുക്ക് പാഴായി പോകരുത്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 3 സെഷനുകളായിട്ട്, വെള്ളിയും ശനി ഈ 2 ദിവസങ്ങളിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമായിട്ട് 3 സെഷനുകളായിട്ട് അതിശക്തമായിട്ടുള്ള വചന പ്രഘോഷണം നടക്കാനായിട്ട് പോകുകയാണ്. കടന്നു വരിക. നിങ്ങൾ രോഗികളാണെങ്കിൽ ഞാൻ ഒരു ഉറപ്പ് നൽകാം, വിശ്വസിച്ചാൽ ഈ മീറ്റിംഗിനിടയിൽ വെച്ച് കർത്താവ് രോഗസൗഖ്യങ്ങൾ നൽകാൻ പോകുകയാണ്. ഏതെല്ലാം വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിലും ഈ മീറ്റിംഗിലേക്ക് കടന്നു വരിക. ദൈവം അതിനുള്ള ഒരു പരിഹാരം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. എനിക്കൊന്ന് അനേക വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹോളി സ്പിരിറ്റ് സിനഡിന്റെ ഈ മീറ്റിംഗിൽ വന്ന് പങ്കെടുത്തവരുടെ സാക്ഷ്യങ്ങൾ ഞാൻ എത്രയോ സാക്ഷ്യങ്ങളാണ് കേട്ടിട്ടുള്ളത്. ഈ വർഷവും അത് വീണ്ടും ആവർത്തിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മാത്രമല്ല, നിങ്ങളോടൊപ്പം പലരെ കൂടെ ഈ മീറ്റിങ്ങിന് വേണ്ടി കൊണ്ടുവരിക. കർത്താവ് അതിനുവേണ്ടി നിങ്ങൾ ഒരുക്കട്ടെ. ഞായറാഴ്ച 2 പ്രധാനപ്പെട്ട സർവീസുകൾ നടക്കുന്നു. രാവിലെ 8 മണിക്കും അതുപോലെ രാവിലെ 10 മണിക്കും നടക്കുന്ന ഈ 2 സർവീസിൽ ഏതെങ്കിലും ഒരു സർവീസിൽ വന്ന് പങ്കെടുക്കുവാനായിട്ടും ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. ഞങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ജനുവരി മാസം 24, 25, 26 വെള്ളി, ശനി, ഞായർ ഈ 3 ദിവസങ്ങളിലായിട്ട് ഈ വർഷത്തെ ഹോളി സ്പിരിറ്റ് സിനഡ് 2025 കൊച്ചിൻ ബ്ലെസ്സിംഗ് ടുഡേ ചർച്ചിൽ വെച്ച് നടക്കാനായിട്ട് പോകുകയാണ്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും 3 സെഷനുകളായിട്ട് അടിപൊളി മെസ്സേജുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നത്. The year of glory realm ആണ് 2025. So I am really excited. This is going to be historic. So please do come with your friends and families. വെൽക്കം ബാക്ക്. ഞാൻ ഇന്നലെ
പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. ചിലർക്കൊക്കെ ഇടയ്ക്ക് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തലേ ദിവസത്തേത് പോയി കാണണം. ഞാൻ ഇന്നലെ സംസാരിച്ചുകൊണ്ടിരുന്നത് യേശുവിൻ്റെ മേലുള്ള അഭിഷേകത്താൽ ചതഞ്ഞ ഓടയെ ഒടിച്ചു കളയാതെ വീണ്ടും അതിനെ നല്ല സംഗീതം പൊഴിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാക്കി വീണ്ടും അതിനെ മാറ്റും. ഒരിക്കൽ ചിരിക്കാൻ കഴിയുമായിരുന്നു, ഇപ്പോൾ പക്ഷെ ചിരിക്കാൻ കഴിയുന്നില്ല, ചിരി വരുന്നില്ല. ദുഃഖം കൊണ്ട് ഈ ഓട കുഴൽ പൊട്ടി, ഫ്ലൂട്ട് പൊട്ടി, ഇപ്പോൾ ഒന്നും വരുന്നില്ല. അതുപോലെ കർത്താവ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് അവിടെ പറഞ്ഞത്, പുകയുന്ന തിരിയെ കെടുത്തുന്നില്ല. കർത്താവ് അന്ന് പുരോഹിതന്മാരുടെ ജോലിയാണ് ഈ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന തിരിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എണ്ണ ഒഴിച്ച് വീണ്ടും കത്തിക്കുക. രാവിലെ കത്തിക്കണം, വൈകിട്ടും കത്തിക്കണം. സമാഗമന കൂടാരത്തിൽ അതൊരു നിത്യനിയമമായിരുന്നു. രാവിലെ കയറി പുരോഹിതന്മാർ കരിന്തിരിയെല്ലാം വെട്ടി റെഡിയാക്കി അത് കത്തിക്കണം. വൈകുന്നേരത്ത് സന്ധ്യായാഗത്തിൻ്റെ സമയത്ത് വീണ്ടും അത് കത്തിക്കണം. പിന്നെ പ്രഭാതം മുതൽ പ്രദോഷം വരെ, അല്ലെങ്കിൽ സന്ധ്യ മുതൽ ഉഷസ് വരെ അത് കത്തണം. സോ ഇങ്ങനെയൊക്കെ എപ്പോഴും അതിങ്ങനെ ജ്വലിച്ചുകൊണ്ടേയിരിക്കണം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് ദൈവിക സിംഹാസനത്തിൻ്റെ മുമ്പിൽ 7 ആത്മാക്കളാകുന്ന 7 ദീപങ്ങൾ അല്ലെങ്കിൽ 7 ജ്വാലകൾ. അപ്പോൾ പരിശുദ്ധാത്മ എപ്പോഴും ഇങ്ങനെ പ്രകാശിച്ച് കത്തിക്കൊണ്ടിരിക്കുക. അതാണ് ദൈവാത്മാവ്. ആ ദൈവാത്മാവാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, പുകഞ്ഞുകൊണ്ടിരിക്കാനല്ല, ജ്വലിച്ചു കത്തുവാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അതൊന്ന് ടൈപ്പ് ചെയ്തിടാമോ? പുകഞ്ഞുകൊണ്ടിരിക്കാനല്ല, പുകഞ്ഞ് ദുർഗന്ധം പുറപ്പെടുവിക്കാനല്ല, പുകമണം പരത്താനല്ല, ജ്വലിച്ച് പ്രകാശിച്ച്. ഈ ഫ്രാഗ്രൻറ്റ് ഓയിലാണെങ്കിൽ ഒരല്പം എന്താണ് എന്നെ പറയേണ്ടത്, സുഗന്ധം പരത്തുന്ന തരത്തിലുള്ളൊരു തൈലമാണെങ്കിൽ, എണ്ണയാണെങ്കിൽ 2 കാര്യം പുറത്തേക്ക് വരും. ഒന്ന് വെളിച്ചം, അത് കൂടാതെ ബ്യൂട്ടിഫുൾ ആരോമ, ഒരു സ്മെല്ല് കൂടെ വരും. ഈ സാധാരണ പണ്ട് കറണ്ട് പോയി കഴിഞ്ഞാൽ ആദ്യം തപ്പുന്നത് മെഴുകുതിരി ഉണ്ടോ എന്നാണ് പണ്ട്. ഇപ്പം അതിൻ്റെ ആവശ്യം അധികം വരുന്നില്ല. മെഴുകുതിരി എവിടെയെങ്കിലുമൊക്കെ കാൻഡിൽ കത്തിച്ച് വെച്ചിരിക്കും. അപ്പോൾ സാധാരണ ആ ക്യാൻഡിൽ വെക്കുന്നൊരു സ്റ്റാൻഡും ഒക്കെ ഉണ്ടായിരിക്കും. കാരണം പവർ കട്ട് എപ്പോഴും പവർ കട്ട് വരുന്ന സമയത്ത് ക്യാൻഡിലാണ് കത്തിച്ച് വയ്ക്കുന്നത്. എന്നാൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെർഫ്യൂംഡ് ആയിട്ടുള്ള ക്യാൻഡിൽസ് കാണും. ഈ പവർ കട്ട് വരുമ്പോൾ കത്തിക്കുന്ന ക്യാൻഡിലല്ല, പെർഫ്യൂംഡ് ആയിട്ടുള്ള ക്യാൻഡിൽ കത്തിക്കുമ്പോൾ നല്ല സ്മെല്ല് കൂടെ വരും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരു നറുമണവും ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയും അതുപോലെ ഒരു പ്രകാശവും പരത്താൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയിൽ യേശുവിലൂടെ ചെയ്യുന്ന യേശുവിൻ്റെ ശുശ്രൂഷ പരിശുദ്ധാത്മ നിറവിൽ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ്. ഇരുളിലിരിക്കുന്ന ജനം വലിയ വെളിച്ചം കാണും. രോഗത്തിൽ കിടക്കുന്നവർ, ഞാനിത് പറയുമ്പോൾ എന്തൊക്കെയോ സംഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ തന്നെ സമാന്തരമായി, പാരലായി, അതേസമയം തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളിൽ പ്രവർത്തിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്ന രോഗികൾ, അവർക്ക് സൗഖ്യം ലഭിക്കുന്നു. ആ സൗഖ്യം ലഭിക്കുന്നവർ സാക്ഷ്യം പറയുന്നു, പാട്ട് പാടുന്നു. കേൾക്കുന്നുണ്ടോ? അങ്ങനെ എല്ലായിടങ്ങളിലും നിരാശയിലായിരിക്കുന്നവർ പ്രത്യാശയിലേക്ക് വരുന്നു. ഗദരദേശത്തെ ഭ്രാന്തന്മാരെ പോലെ സമനില തെറ്റി ചങ്ങലകൾ കിടക്കുന്നവർ, ചങ്ങല പൊട്ടിച്ച് യേശുവിൻ്റെ കാൽക്കൽ വീണ് ദുരാത്മാക്കൾ ലഗ്യോൻ ബാധിച്ചവർ അത് വിട്ടുമാറി വസ്ത്രം ധരിച്ച് സുബോധത്തോടുകൂടി ഇരുന്ന് 10 പട്ടണങ്ങളിൽ പോയി ശുശ്രൂഷിക്കുന്നു, സാക്ഷ്യം പറയുന്നു. ഇതൊക്കെ ഇന്നും ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാറ്റം വന്നിട്ടുണ്ടോ? ദൈവിക പദ്ധതികൾക്ക് മാറ്റം വന്നിട്ടുണ്ടോ? ദൈവം എന്തെങ്കിലും പോളിസികൾ മാറ്റിയിട്ടുണ്ടോ? ദൈവത്തിന് മൂഡ് ഓഫ് ആയിട്ടുണ്ടോ? ദൈവത്തിന് മൂഡ് സ്വിങ്സ് ഉണ്ടോ? ദൈവം വാക്ക് മാറ്റമോ? എബ്രായ ലേഖനം 13-ാം അധ്യായം 8-ാമത്തെ വചനം പറയുന്ന യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. എൻ്റെ ചെറുപ്പകാലത്ത്
ഈ ചെറുപ്പകാലത്ത് നിന്ന് മിഷണറിമാരൊക്കെ ഇങ്ങനെ ഈ ഇന്ത്യയിലൊക്കെ വന്ന് പ്രസംഗിക്കുള്ളൂ. അവരാണ് ഏറ്റവും കൂടുതൽ ക്രൂസൈഡൊക്കെ പ്രസംഗിക്കുന്ന സായിപ്പന്മാർ. വന്നിട്ട് പറയും ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. അത് വർഷങ്ങൾക്ക് മുമ്പാണ്. ഇന്നും അതേ വചനം അതുപോലെ തന്നെ പ്രസംഗിക്കുമല്ലോ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവനൊരു മാറ്റമില്ല, ഇനി മാറാനും പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതേ ആത്മാവ് ഇന്നലെ നാം മത്തായി സുവിശേഷം 12-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ചത്. യേശു എന്ന ദാസനെ പോലെ ഭൂമിയിലേക്ക് വന്നവൻ അനേകരുടെ ജീവിതങ്ങളെ പണിത് മ്യൂസിക് ഇല്ലാത്ത ജീവിതങ്ങളെ, എന്ന് വെച്ചാൽ ഒരു സംഗീതമില്ലാത്ത ജീവിതങ്ങൾ, ഒരു പാട്ടില്ലാത്ത ജീവിതങ്ങളെ, എംപ്റ്റിയായി കിടക്കുന്ന ജീവിതങ്ങളെ. ഇപ്പോൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ചില വീടുകളിൽ ചെല്ലുമ്പോൾ എപ്പോഴും ഒരു ലൈറ്റ് മ്യൂസിക് കാണും. ചില ഹോട്ടൽസിൽ കാണും, ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു ചെറിയൊരു മ്യൂസിക് ഇങ്ങനെ കാണും. ആ അന്തരീക്ഷം തന്നെ അത് മാറി അതിങ്ങനെ ഫില്ല് ചെയ്ത് നിൽക്കുകയാണ്. ഇതുപോലെ നമ്മുടെ ലൈഫിലും ഒരു സംഗീതം ഇങ്ങനെ നിൽക്കുന്നത് നല്ലതല്ലേ? സ്വർഗം സംഗീത സാന്ദ്രമാണ്. സ്വർഗത്തിലെപ്പോഴും മ്യൂസിക്കും പാട്ടും ആഹ്ലാദവും ജോയ് സ്വർഗത്തിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക. ആ സ്വർഗത്തിലോട്ടാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ, കർത്താവിൽ വിശ്വസിച്ചപ്പോൾ നമ്മൾ ആ സ്വർഗത്തിൻ്റെ സംഗീത സാന്ദ്രതയിലേക്ക് നമ്മൾ കയറി. എന്നാൽ ഈ സംഗീതം മുഴുവൻ നശിപ്പിക്കുന്നത് പിശാചാണ്. ജീവിതത്തിലെ പാട്ടില്ലാതാക്കുന്നത് പിശാചാണ്. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുന്നത്, ഞങ്ങളുടെ നാട്ടിലെ ആ സിയോനിലെ ഗീതങ്ങൾ ഇവിടെ എങ്ങനെയാണ് പാടുന്നത്? പ്രവാസികളാണ്, അവരടിമകളാണ്. അതുകൊണ്ട് അവരുടെ സംഗീതോപകരണങ്ങളൊക്കെ അലരി വൃക്ഷങ്ങളിൽ മേൽ തൂക്കിയിട്ടു. എന്ന് വെച്ചാൽ പണ്ടുണ്ടായിരുന്ന അവരുടെ ഇൻസ്ട്രുമെൻസ് ആണ്, അവരെന്തൊക്കെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. പ്രത്യേക ടൈപ്പ് ഇസ്രായേലി ഇൻസ്ട്രുമെൻസ് ഉണ്ട്, മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ്. വീണയോ ഗിറ്റാറോ എന്തെങ്കിലും ആയിക്കോട്ടെ, സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണെന്നിരിക്കട്ടെ, അതെല്ലാം ഇവർ പാട്ടൊക്കെ ഇവിടെ അടിമകളാണ്. സ്വന്തം നാട് നഷ്ടപ്പെട്ടു, വരുമാനം നഷ്ടപ്പെട്ടു, ജോലി നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടവർ പ്രവാസികളായി, അടിമകളായി അവിടെ ജീവിക്കുമ്പോൾ, ക്യാപ്റ്റീവ്സായിട്ട് ജീവിക്കുമ്പോൾ പാട്ടില്ല. അപ്പോൾ ഇവരെല്ലാം കൂടെ എന്ത് ചെയ്തു? വൃക്ഷങ്ങളിൽ അവർ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് തൂക്കിയിട്ടിരിക്കുകയാണ്. അതിലൂടെ വിരലുകൾ ചലിക്കുന്നില്ല, സംഗീതം പുറത്തേക്ക് വരുന്നില്ല. ഓ മൈ ഗോഡ്. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട്, ചിലപ്പോൾ പതിറ്റാണ്ടുകളായിട്ട് ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ആരും വായിക്കുന്നില്ല. ഇസ്രായേലിലായിരുന്ന സമയത്ത് ഓ മൈ ഗോഡ് എന്നും പാട്ടാണ്. പ്രത്യേകിച്ച് സാബത്ത് ദിവസങ്ങളിൽ ഭയങ്കര പാട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട ഒരു ചരിത്രം ഇതാണ്. കർത്താവ് പറഞ്ഞു, വർഷത്തിലൊരിക്കൽ 7 ദിവസം അവരുടെ വീട് വിട്ട്, ഇസ്രായേൽ മക്കളെല്ലാവരും അവരുടെ വീട് വിട്ടിട്ട് ഒരു സ്ഥലത്തേക്ക് വന്ന് കൂടാരങ്ങളിൽ താമസിക്കണം. അതായത് ടെമ്പററി ഷെൽട്ടേഴ്സ് ഉണ്ടാക്കിയിട്ട് അതിൽ താമസിക്കും. കൂടാര പെരുന്നാൾ എന്ന് പറയുന്നത് 7 ദിവസമാണ്. ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, ഈ 7 ദിവസം ജോലിയില്ല, ജോലിക്ക് പോകുന്നതിൽ ഒന്നുമില്ല, ഒരു വെക്കേഷൻ മൂഡിലാണ്. അപ്പം ശരിക്കുള്ള ജോയ് കാണണമെങ്കിൽ കൂടാര പെരുന്നാളിൽ പോകണമെന്ന് പറയും. അത് കൊച്ചു കൊച്ചു കൂടാരങ്ങൾ, ഷെൽട്ടറുകൾ ഉണ്ടാക്കി. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങളും ചെയ്ത് കാണും, ഈ കൊച്ചു പുര ഉണ്ടാക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. എന്നുവെച്ചാൽ വീടുണ്ട് അവിടെ, പക്ഷേ ഓല കൊണ്ടോ പനയോല കൊണ്ടോ എന്തെങ്കിലും കമ്പുകളൊക്കെ വെച്ചിട്ടൊരു ചെറിയൊരു കുടിൽ പോലെ ഉണ്ടാക്കും. ഓ മൈ ഗോഡ്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എന്നിട്ട് അതിനകത്ത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, അതായത് കമ്പുകൾ കൊണ്ടൊക്കെ ഇങ്ങനെ ഒരു വീട് പോലെ, ഒരു ചെറിയൊരു കുടിൽ പോലെ ഉണ്ടാക്കി അതിങ്ങനെ കയറുകൊണ്ടൊക്കെ കെട്ടി, സൈഡൊക്കെ ഓല കൊണ്ടോ അല്ലെങ്കിൽ പുല്ല് കൊണ്ടൊക്കെ ഇങ്ങനെ മേഞ്ഞ് മറച്ച്, അതിൻ്റെ താഴെ ചില സമയത്ത് പ്രത്യേക ടൈപ്പ് ക്ലേ കൊണ്ടുവന്നിട്ട് അത് മുഴുവൻ തറയിലെല്ലാം ഇങ്ങനെ സിമെൻ്റ് ചെയ്യുന്നത് പോലെയാക്കി, സൈഡൊക്കെ ആക്കി, അതിനകത്ത് അടുപ്പുണ്ടാക്കി, അതിനകത്ത് സൈഡിൽ കട്ടിൽ, ഇരിക്കാനുള്ള മേശ. ഓ മൈ ഗോഡ്, ഐ റിയലി എൻജോയ്ഡ് മേക്കിംഗ് ദം. ആ സമയത്ത് നമ്മുടെ കളിക്കൂട്ടുകാരെല്ലാം കൂടി വന്ന് ഇതിനകത്ത് കളിയും ചിരിയും. മൈ ഗോഡ്, വലിയ വീട് അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു കൊച്ചു വീടുണ്ടാക്കി കളിക്കുക. ഇതുപോലെ ഇസ്രായേൽ മക്കൾ
സ്വന്തം വീടുകളും നാടുകളെല്ലാം ഉപേക്ഷിച്ച് വേറൊരു സ്ഥലത്തേക്ക് വന്നിട്ട് അയൽപക്കക്കാരും എല്ലാവരും കസിൻസും എല്ലാവരും കൂടെ കൂടാരങ്ങളിൽ പാർത്ത് അവിടെ ഇങ്ങനെ അവർ ഭക്ഷണമൊക്കെ റെഡിയാക്കി ദൈവത്തോടുകൂടെ വസിക്കുന്നത് പോലെ. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ റിജോയ്സിങ് നടന്നിരുന്നത് അന്ന് ഈ കൂടാര പെരുന്നാളിൻ്റെ സമയത്താണ്. അതിനുശേഷം അവരെല്ലാം കൂടെ ചേർന്ന് നൃത്തം ചെയ്ത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിച്ച് ആ 7 ദിവസം, ഓ ഗോഡ്, ഈ കൂടാര പെരുന്നാളിൻ്റെ 7 ദിവസം അവര് ഭയങ്കരമായ സന്തോഷത്തിലായിരിക്കും. പാട്ട്, എല്ലാവരും കൂടി വർത്തമാനം പറയുക, വിശേഷങ്ങൾ പറയുക, സന്തോഷിക്കുക. ദുഃഖമെന്ന് പറയുന്ന സാധനം കൂടാര പെരുന്നാളിൽ ഇല്ല, സ്ഥാനമില്ല. അങ്ങനെയുള്ളൊരു ജോയ്ഫുൾനെസ് ആയിരുന്നു. അത് ദൈവം കൽപ്പിച്ചതാണ്. വർഷത്തിലൊരിക്കൽ നിങ്ങളെല്ലാവരും കുടുംബങ്ങളായി വന്ന് ഈ കൂടാരങ്ങൾ ഉണ്ടാക്കി അവിടെ അങ്ങ് താമസിക്കണം. 7 days. ചിന്തിച്ചു നോക്കാം. അപ്പം ദൈവത്തിൻ്റെ അന്നും ഇന്നുമുള്ള ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തൻ്റെ ജനം സന്തോഷിക്കണം. അതുകൊണ്ടാണ് 85-ാം സങ്കീർത്തനം 6 അവിടെ ഇങ്ങനെ പറയുന്നത്, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ. പക്ഷെ എന്ത് സംഭവിക്കുന്നെന്ന് ചോദിച്ചാൽ, ഇവർ പ്രവാസികളായി പോകുമ്പോൾ, ഇവരെ ശത്രു രാജ്യങ്ങൾ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ വെച്ച് കൂടാര പെരുന്നാൾ തീർന്നു, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നത് തീർന്നു, ശബത്താചരണം തീർന്നു, പലപ്പോഴും പാട്ടില്ല. ഇസ്രായേലിലെ പാട്ടുകൾ, സങ്കീർത്തനങ്ങൾ ഒന്നും ഇവർ പാട്ടില്ല, റിജോയ്സിങ് ഇല്ല. ഈ അഹാവ ആറ്റിൻ്റെ അരികിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് അവർ ഉപവസിച്ചും കരഞ്ഞും കൊണ്ട് വിലപിച്ചുകൊണ്ട് ചാരമൊക്കെ വാരിയിട്ട് പൂഴി വാരിയിട്ടൊക്കെ ഇരുന്ന് വിലപിക്കുകയാണ്. എന്നാൽ ദൈവം അവരെ അതിൽ നിന്ന് വിടുവിച്ച് പ്രവാസത്തിൽ വിടുവിച്ച് വീണ്ടും അവരെ റിജോയ്സിങ്ങിലേക്ക് കൊണ്ടുവരും. ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സന്തോഷം നഷ്ടപ്പെട്ടെങ്കിൽ ആ സന്തോഷത്തിലേക്ക് മടക്കി വരുത്താൻ ഈ നാളുകളിൽ ദൈവം അത് ചെയ്യാൻ പോവുക. വീണ്ടും നിങ്ങൾ ഗിറ്റാർ എടുക്കും, വീണ്ടും നിങ്ങൾ സംഗീതോപകരണങ്ങൾ എടുക്കും, വീണ്ടും കൈത്താളങ്ങൾ, വീണ്ടും പാട്ടുകൾ, വീണ്ടും റിജോയ്സിങ്. പൗലോസ് ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൽ റിജോയ്സ് ഇൻ ദ ലോർഡ് പറയുന്നു. 2 പ്രാവശ്യം പറഞ്ഞു, ആൻഡ് അഗെയിൻ ഐ സേ റിജോയ്സ്. ഇത് പറയുന്ന സമയത്ത് അദ്ദേഹം എന്തോ കാരാഗൃഹത്തിൽ കിടക്കുക. പട്ടണത്തിലെ അഴുക്കോട തൻ്റെ ആ സെല്ലിലൂടെയാണ് ഒഴുകുന്നത്. ദുർഗന്ധം. കേട്ടിട്ടുള്ളതനുസരിച്ച് ഒരാൾക്ക് നിവർന്നു നിൽക്കാൻ കഴിയാത്ത രീതിയിലാണ് ഈ സെല്ലുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. 4 അടിയൊക്കെ ഹൈറ്റ് ഉണ്ടാവും. ഒരു പുരുഷനും നേരെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എത്ര വർഷമാണ് ഇടുന്നത് അത്രയും വർഷം കുനിഞ്ഞു വേണ്ടിരിക്കുക. ചങ്ങല, ആമത്തിലായിരിക്കും കാലുകൾ. അതിനകത്ത് സന്തോഷിച്ചവരാണ്. അതിനകത്ത് സന്തോഷിക്കുക മാത്രമല്ല, അതിനകത്ത് സന്തോഷിച്ച് ജയിൽ പൊളിച്ചു, ജയിൽ പുള്ളികളെ വെളിയിലെടുത്ത് സ്നാനം നടത്തിയവരാണ് പൗലോസും ശീലാസും ഒക്കെ. പാട്ട് പാടിയാൽ കോട്ടകൾ തകരും. പാട്ട് പാടിയാൽ കാരാഗൃഹത്തിൻ്റെ അടിത്തറ പൊളിയും. ദൈവത്തിൽ സന്തോഷിക്കാൻ തുടങ്ങിയാൽ ഇതൊന്ന് കേൾക്കണേ. അമ്മച്ചിമാരെ, അപ്പച്ചന്മാരെ, അങ്കിളുമാരെ, ആൻറ്റിമാരെ, കുഞ്ഞനുജന്മാരെ, സഹോദരന്മാരെ, ഞാൻ പറയുന്നു ഒന്ന് ശ്രദ്ധിക്കുക. വേറെ പരിപാടിക്ക് ഇപ്പോൾ പോകല്ലേ, ഞാൻ പറയുന്നു ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കാൻ തുടങ്ങിയാൽ സകല ബന്ധനങ്ങളും പൊട്ടും, സകല നുഖങ്ങളുടെയും സകല ചങ്ങലകളും പൊട്ടി താഴെ വീഴും. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി അത് മൊത്തം, അതിൻ്റെ ഉത്തരവും കഴുക്കോലും മുകളിലേക്കുള്ള കൂരയും സകല ഇടിഞ്ഞു വീണ് പിന്നെ അവിടെ ഒരു കാരാഗൃഹമില്ല. ഇനി ഒരാളെ ഒരു ജയിൽ പുള്ളി അവിടെ ഇടാൻ പറ്റാത്ത രീതിയിൽ കാരാഗൃഹം വരെ പൊളിച്ചു കളയുന്നതാണ് കർത്താവിലെ സന്തോഷം. കർത്താവിൽ സന്തോഷം അവനൻ ബലം എന്ന് നമ്മൾ പാടാൻ കാരണം കർത്താവിലെ സന്തോഷമാണ് നമ്മുടെ ബലമായിട്ട് മാറുന്നത്. അവൻ ബലമായി മാറും. പാരതിൽ പാർക്കുന്ന ആൾ അവനൻ ബലം.
ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവനാണ് നമ്മുടെ ബലം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് പാട്ടുകൾ നിർത്തിക്കളയരുത്. എല്ലാവരും ഒന്ന് ലൈവ് ചാറ്റിലിട്ടേ. പാട്ട് നിർത്തരുത്, പാട്ട് പാടുന്നത് നിർത്തരുത്. ഇനി കഴിഞ്ഞ ഒത്തിരി നാളുകളായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്, എല്ലാ ദിവസവും രാവിലെ ഒറ്റയ്ക്കിരുന്നുകൊണ്ടായാലും പാട്ട് പാടും, അറിയാവുന്ന പാട്ടുകൾ. അങ്ങനെ പാട്ട് പാടാൻ വലിയൊരു സിംഗർ ആകണമെന്നില്ല, വർഷിപ്പ് ലീഡർ ആകണമെന്നൊന്നുമില്ല. നമ്മളിരുന്ന് ഒറ്റയ്ക്ക് ദൈവസന്നിധിയിലിരുന്ന് പാടുക, പാടി പാടി റിജോയ്സ് ചെയ്യുക. അതിൽ ഭയങ്കരമായ വിടുതലുകൾ നടക്കും. ഞാൻ ഇന്നലെ ഈ ഓടക്കുഴലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വന്ന കാര്യങ്ങളോട് ചേർത്ത് ഞാനിതങ്ങ് സംസാരിക്കുന്നതേ ഉള്ളൂ. അപ്പം അവിടെ എനിക്കെല്ലാം ഇന്നലെ പറഞ്ഞു തീർക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവ് വീണ്ടും ചിലരെ വിടുവിക്കുകയാണ്. അതിൽ ഏതൊരു ട്യൂമർ പോലെ എന്തൊരു മുഴ ശരീരത്തിൽ വന്നിട്ട് അതിൽ മനസ്സ് തകർന്നു പോയ ചില വ്യക്തികൾ, അതുപോലെ ചില രോഗങ്ങൾ വന്നിട്ട് പാട്ട് നിന്നുപോയി, രോഗങ്ങൾ വന്ന് പാട്ട് നിന്നുപോയവർ, ജോലി നഷ്ടപ്പെട്ട് പാട്ട് നിന്നുപോയവർ, കുടുംബം തകർന്ന് പാട്ട് നിന്നുപോയവർ, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പ്രവാസികളായി ചില രാജ്യങ്ങളിൽ ചെന്ന് ജോലി തട്ടിപ്പിനിരയായി, അല്ലെങ്കിൽ വിചാരിച്ചത് പോലെയുള്ള ജോലിയില്ല, ശമ്പളമില്ല, വഞ്ചിക്കപ്പെട്ട് തകർന്നുപോയി പാട്ടുകൾ നിന്നുപോയവർ, മ്യൂസിക് വരാത്തവർ, അല്ലെങ്കിൽ പ്രകാശം വരാത്തവർ, കരിന്തിരിയായി പുകയുന്നവർ, അവരൊക്കെ കർത്താവ് വിടുവിക്കുകയാണ്. അതിനുള്ള അഭിഷേകമാണ് കർത്താവ് ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുന്നത്. ഇതോട് ചേർന്നൊരു വചനം വായിച്ചോട്ടെ. ജെറമായ 1:10, യിരെമ്യാവിന്റെ പുസ്തകം 1:10. See, today I appoint you over nations and kingdoms to uproot and to tear down, to destroy and overthrow, and build and to plant. ഇതിനെ പൊതുവേ നമ്മൾ വിളിക്കുന്നത് ബ്രേക്കിംഗ് ആൻഡ് ബിൽഡിംഗ് എന്നാണ്. യിരെമ്യാവ് ബാലനാണ്, ചെറിയ ചെറുക്കനാണ്. കർത്താവ് വന്നിട്ട് പറയാം, ഞാൻ നിന്നെ ഒരു വലിയ പ്രവാചകനായി, രാജ്യങ്ങൾക്കുള്ള പ്രവാചകനായി നിയമിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ, അയ്യോ, ഞാനൊരു ചെറിയ ചെറുക്കനാണ്, ഞാനൊരു ബാലനാണ്, വേറെ ആരെങ്കിലും അയച്ചു, ഞാൻ ഇതിന് പറ്റിയ ആളല്ല, എനിക്ക് സംസാരിക്കാനും അറിയില്ല, ഐ ആം ടു സ്മോൾ, ഐ ആം ടു യങ്, ഐ ഡോണ്ട് ഹാവ് ഒറേറ്ററി സ്കിൽസ്, ഐ ഡോണ്ട് ഹാവ് ദി എക്സ്പെർട്ടീസ്, എനിക്ക് അനുഭവമില്ല, പരിജ്ഞാനമില്ല, അറിവുമില്ല, പക്വതയില്ല, ഞാനൊരു ചെറുക്കനാണേ എന്ന് യിരെമ്യാവ് പറയുകയാണ്. പക്ഷെ കർത്താവ് പറഞ്ഞു, നോ നോ നോ, ഐ അപ്പോയിന്റ് യു ഓവർ നേഷൻസ് ആൻഡ് കിങ്ഡംസ് ടു, രാജ്യങ്ങളുടെ മേലൊക്കെ ഇങ്ങനെ കൽപ്പിച്ചിട്ട്, ടു അപ്രൂട്ട് ആൻഡ് ടയർ ഡൗൺ. കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. പറിച്ചു കളയുക, പൊളിച്ചു കളയുക, ടു ഡെസ്ട്രോയ് ആൻഡ് ഓവർത്രോ, അത് പിന്നെ തകർത്ത് തരിപ്പണമാക്കുക, ടു ബിൽഡ് ആൻഡ് ടു പ്ലാന്റ്. അതിനുശേഷം പറയുന്ന കാര്യമാണ് പണിയുവാനും നടുവാനും ഒക്കെ. മൊത്തത്തിൽ കളക്റ്റീവായിട്ട് രണ്ട് കാര്യങ്ങളാണ്, ബ്രേക്ക് ആൻഡ് ബിൽഡ്. ചിലത് പൊളിച്ചു കളയണം, ചിലത് പണിയണം. നമ്മുടെ ജീവിതത്തിലും ചിലതൊക്കെ പൊളിഞ്ഞു പോകാനുണ്ട്. ആ പൊളിഞ്ഞു പോകുമ്പോഴാണ് ഒരു പണി നടക്കുന്നത് കേട്ടോ. ദൈവഹിതമല്ലാത്തൊക്കെ പൊളിയട്ടെ, പൊളിയട്ടെ. സ്ട്രോങ് ഹോൾഡുകൾ പൊളിയട്ടെ. ആവശ്യമില്ലാത്ത അനാവശ്യമായ ചിന്തകൾ, ചിന്താകുലങ്ങൾ പൊളിയട്ടെ. പിശാചിൻ്റെ സകലവും പൊളിച്ച ശേഷമാണ് കർത്താവിൻ്റെ പണി തുടങ്ങുന്നത്. ഇതൊരിക്കലും മറക്കരുത്. യെരിഹോ കോട്ട പൊളിച്ചു, എന്നിട്ട് അവരകത്ത് കയറി. എന്നിട്ട് എന്ത് ചെയ്തു? അവരകത്ത് കനാൻ നാട്ടിൽ കയറിയ ശേഷം അവിടെ ഒരു ജെറുസലേം വാൾസ് പണിതു. അപ്പൊ ജെറിക്കോ കോട്ട പൊളിച്ചു, ജെറുസലേമിൻ്റെ കോട്ട കണക്കെയുള്ള മതിൽ പണിതുയർത്തി. ബ്രേക്ക്, ബിൽഡ്. എല്ലാവരും പറഞ്ഞ ബ്രേക്ക് ആൻഡ് ബിൽഡ്. പൊളിക്കുക, പണിയുക. എല്ലാവരും ലൈവ് ചാറ്റിലൊന്ന് ഒത്തിരി പേര് പെട്ടെന്ന് ടൈപ്പ് ചെയ്തിട്ടേ. പൊളിക്കുക, പണിയുക, ബ്രേക്ക്, ബിൽഡ്, ബ്രേക്ക്, ബിൽഡ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ചിലതെല്ലാം പൊളിഞ്ഞു പോയെങ്കിൽ മാത്രമേ ദൈവികമായ രീതിയിൽ
പണിതെടുക്കാൻ സാധിക്കും. ബ്രേക്ക് ആൻഡ് ബിൽഡ് അതൊരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, കർത്താവിനോടൊന്ന് പറഞ്ഞു നോക്കിയേ, കർത്താവ് എൻ്റെ ജീവിതത്തിൽ പൊളിച്ചു കളയാനുള്ള എന്തൊക്കെയാണ്, അതൊക്കെ അങ്ങ് പൊളിച്ചു കളയണമേ. അപ്പോൾ ഇന്ന് ആ കോൺട്രാക്റ്റിൽ അങ്ങ് സൈൻ ചെയ്യുവാണ്, എഗ്രിമെൻ്റ് സൈൻ ചെയ്യുവാണ്. കർത്താവിനോട് പറയുവാണ്, കർത്താവ് എൻ്റെ ലൈഫിൽ പൊളിച്ചു കളയാനുള്ളതെല്ലാം പൊളിച്ചു കളയുവാൻ ഞാൻ നിനക്ക് പെർമിഷൻ തരുന്നു. എൻ്റെ മൊത്തം കൊട്ടേഷൻ അങ്ങ് കൊടുത്തേക്ക്, എല്ലാം പൊളിച്ചോ കർത്താവേ. എന്നിട്ട് അടുത്തൊരു എഗ്രിമെൻ്റ്, കർത്താവേ എൻ്റെ ജീവിതത്തിൽ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ പണിയുവാൻ ഞാൻ നിനക്ക് അനുവാദം തരുന്നു. കയ്യൊപ്പിട്. പറ്റുവാണെങ്കിൽ അതങ്ങ് എഴുതി വെച്ചു, എവിടെയെങ്കിലും ഡയറിയിലോ ബൈബിളിലോ എഴുതി വെച്ചു. കർത്താവ് എൻ്റെ ജീവിതത്തിലെ ആവശ്യമില്ലാത്തതെല്ലാം പൊളിച്ചു കളയാൻ അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് പണിയുവാനുമുള്ള അനുവാദം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. കയ്യൊപ്പ്, ഡേറ്റ്, പേരെഴുതി വെച്ചു. ബ്രേക്ക് ആൻഡ് ബിൽഡ്. പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, വ്യക്തമായും ശക്തമായും പറയുന്നു, ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ വിരലുകൾ, ദൈവത്തിൻ്റെ കരങ്ങൾ നിന്റെ മേൽ വന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന് ചിലതൊക്കെ കർത്താവ് പൊളിച്ചും കളയും. എന്നിട്ട് കർത്താവിൻ്റെ ബ്ലൂ പ്രിൻ്റ് അനുസരിച്ച് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആ പ്ലാൻ അനുസരിച്ചും പദ്ധതിക്കനുസരിച്ചും കർത്താവ് പണിത് മനോഹരമായ ഒരു പട്ടണം പോലെ, മനോഹരമായ ഒരു ഭവനം പോലെ കർത്താവ് നിങ്ങളെ പണിത് ഉയർത്തും. ആശങ്കപ്പെട്ടിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഒന്നിലും ടെൻഷൻ അടിക്കണ്ട, കർത്താവിൻ്റെ കയ്യിലാണ് നീ ഇരിക്കുന്നത്. അതിരിക്കട്ടെ, നിങ്ങൾ ദൈവിക പദ്ധതിയിലുള്ള ആളാണെന്നറിയാമോ? ഇപ്പോഴത്തെ അനുഭവം എന്തായിക്കോട്ടെ, അവസ്ഥ എന്തോ ആയിക്കോട്ടെ, ദൈവിക പദ്ധതിയിലുള്ള ആളാണെന്നറിയാമോ? അറിയില്ല ബ്രദർ, എന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിത് കേൾക്കുന്നു, ഈ വീഡിയോ നിങ്ങൾ കാണുന്നു എന്നതിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളത് കൊണ്ടാണ്. ഉറപ്പ്, 100%. എനിക്ക് സംശയമില്ല. ഇല്ല ബ്രദറെ, അബദ്ധവശാൽ ഇങ്ങനെ യൂട്യൂബിലൂടെ ഇങ്ങനെ പോയപ്പോൾ കണ്ടതാണ്. നോ, കണ്ടതല്ല, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. യോഹന്നാൻ 15:16 പറയുന്നത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. അബദ്ധം പറ്റിയെന്ന് പറയുന്നത് ഒരു കോയിൻസിഡൻസ് ആണെന്ന്, യാദൃച്ഛികമായി കണ്ടേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഭാഷയാണ്. ലോകസ്ഥാപനത്തിനു മുമ്പ് ക്രിസ്തുവിൽ നിങ്ങളെ കർത്താവ് കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ പെട്ടെന്ന് കാണാനും ബ്ലെസ്സിങ് ടുഡേ കണക്റ്റ് ആകാനൊക്കെ ഇടയായത്. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണം. പറ്റുന്ന പോലെ നിങ്ങൾ ഈ ബ്ലെസ്സിങ് ടുഡേയെ സപ്പോർട്ട് ചെയ്യുക. പ്രാർത്ഥിച്ചും സാമ്പത്തികമായി കൈത്താങ്ങൽ നൽകിയും ഒരുമിച്ച് മീഡിയയിലൂടെയുള്ള ഈ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുക. അനേക രാജ്യങ്ങളിലേക്ക് നമുക്കിത് എത്തിച്ചേ പറ്റൂ. കൂടാതെ ബ്ലെസ്സിങ് ടുഡേയുടെ പ്രോജക്റ്റുകളെ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വിശദീകരണങ്ങൾ കിട്ടുവാനായിട്ട് നിങ്ങൾക്ക് സ്ക്രീൻ നമ്പറിലൊക്കെ വിളിക്കാം. ഈ വീഡിയോയുടെ ലിങ്കുകൾ ദയവായി ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇടാം, ബ്രോഡ്കാസ്റ്റ് ചെയ്യാം. അത് കൂടാതെ എൻ്റെ ലിങ്ക് എടുത്ത് നിങ്ങൾ വാട്സപ്പ് സ്റ്റേറ്റസ് ആയിട്ട് ഇടുക. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം കേട്ട് എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. ആ വചനത്തിലൂടെ തന്നെ ചില വിടുതലുകൾ നടന്നിട്ടുണ്ട് എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്ന. രോഗികൾ സൗഖ്യമാകട്ടെ, പ്രത്യേകിച്ച് കിടപ്പ് രോഗികൾ സൗഖ്യമാകും. കിടന്ന കിടപ്പിലാണ്, യേശുവിൻ്റെ കരം, അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എഴുന്നേൽക്കുക ഇൻ ദ നെയിം ഓഫ് ജീസസ്. ശ്വാസകോശങ്ങൾക്ക് തകരാറുള്ളൊരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഐ ക്യാൻ സീ ഇറ്റ് വെരി ക്ലിയർലി. 2 ശ്വാസകോശങ്ങളിലും അണുബാധയാകാം, ഈ ശ്വാസകോശങ്ങൾ ചുരുങ്ങുന്ന രോഗമാകാം, ന്യൂമോണിയയാകാം, ഏതെങ്കിലും രീതിയിലുള്ള ബ്രോങ്കൽ പ്രശ്നങ്ങളാകാം. കർത്താവ് ഇപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കുന്നു. കൈകൾ നീട്ടിപ്പിടിക്കാമോ? യേശുവിൻ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വിടുതലുകൾ സംഭവിക്കട്ടെ. കൈനീട്ടിരിക്കുന്ന എല്ലാവരുടെയും ആവശ്യങ്ങൾ കർത്താവ് നീ കണ്ട് പ്രവർത്തിക്കുന്നതിനായി നന്ദി, പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി കണ്ടതിന് നന്ദി. നാളെ നമുക്ക് വീണ്ടും കാണാം. ആർക്കെങ്കിലുമൊക്കെ പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീൻ നമ്പറിൽ വിളിക്കുക. ഗോഡ് ബ്ലസ് യു. സീ യു ടുമോറോ. ബൈ. ഞങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
ജനുവരി മാസം 24, 25, 26 വെള്ളി, ശനി, ഞായർ ഈ 3 ദിവസങ്ങളിലായിട്ട് ഈ വർഷത്തെ ഹോളി സ്പിരിറ്റ് സിനഡ് 2025 കൊച്ചിൻ ബ്ലെസ്സിംഗ് ടുഡേ ചർച്ചിൽ വെച്ച് നടക്കാനായിട്ട് പോകുകയാണ്. രാവിലെ, ഉച്ചയ്ക്കും വൈകിട്ടും 3 സെഷനുകളായിട്ട് അടിപൊളി മെസ്സേജുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് നടക്കാൻ The പോകുന്നത്. year of glory realm on 2025. So I am really excited. This is going to be historic. So please do come with your friends and families. thank you